പാലക്കാട് നിന്ന് അജിത് ബാബു ഉണ്ട്. അജിത്തിനൊപ്പം വി കെ ശ്രീകണ്ഠനും ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അജിത്ത്, പാലക്കാട് എങ്ങനെയാണ്, പാലക്കാടൻ കാറ്റിപ്പോൾ എങ്ങനെയാണ് വീശുന്നത്? അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അജിത്ത്? സംഗീത, പാലക്കാടിൻ്റെ പൊതുവായ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ പാലക്കാടിൻ്റെ നഗരസഭയിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല സ്വതന്ത്രൻ ഉൾപ്പെടെ, അതായത് UDF വിമതനായി മത്സരിച്ച ആൾ ഉൾപ്പെടെ വിജയിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ MP തന്നെ ഒപ്പം ചേരുകയാണ്. UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹമാണ് ചുക്കാൻ പിടിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നേറ്റം, UDFിനെ സംബന്ധിച്ച് മുന്നേറ്റം, പക്ഷേ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾ നീക്കം? ഇത് കഴിഞ്ഞ 5 വർഷത്തെ BJP ഭരണത്തിൽ കനത്ത തിരിച്ചടിയാണ് പാലക്കാട്ടെ നഗരസഭയിലെ ജനങ്ങൾ നൽകിയത്. BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായി. കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷത്തോടുകൂടി ഭരിച്ച ഒരു നഗരസഭയാണ് BJPയുടെ. ആ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടുകൂടി അധികാരത്തിൽ നിന്നും ഇവരെ പുറത്താക്കണമെന്നാണ് ജനവിധി. BJPക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് പാലക്കാട്ടെ ജനങ്ങൾ സ്വീകരിച്ചത്. ആകെ 53 വാർഡിലും കൂടി BJP കിട്ടിയത് 26,500 വോട്ടാണ്. ഈ 26,500 വോട്ട് കിട്ടിയ BJPക്ക് എതിർ പാളയത്തിൽ കിട്ടിയത് 46,000-ലധികം വോട്ടാണ്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്, ഇനി ഒരു ഭരണം ഉണ്ടാകണമെങ്കിൽ, BJP പുറത്താക്കണമെങ്കിൽ ഒരു സഖ്യകക്ഷി ഉണ്ടാവേണ്ടതുണ്ട്, ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ വേണമെന്നാണോ താങ്കൾ പറഞ്ഞത്? ആ കാര്യമല്ല ഞാൻ പറഞ്ഞ. ജനവിധിയെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരാകണം. കേവലം ഒരു തെരഞ്ഞെടുപ്പ് മാത്രമായിട്ട് കണക്കാക്കരുത്. പാലക്കാട്ടെ ജനവിധി ചില പാഠങ്ങൾ സമൂഹത്തിന് നൽകുന്നുണ്ട്. വർഗീയ അജണ്ടയുമായി അഴിമതി ഭരണം നടത്തിയ BJPയെ വെറുക്കുന്നു ജനങ്ങൾ. 26,000 വോട്ട് അവർക്ക് കിട്ടിയപ്പോൾ എതിർപ്പാളയത്ത് 46,000ആണ്. 20,000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ഇനി 26,500-ൽ BJP കിട്ടിയത് 27,600ആണ്. 27,600ആണ് കോൺഗ്രസിന്, UDFിന് കിട്ടിയത്. ഞങ്ങൾക്ക് 5 സീറ്റ് നഷ്ടപ്പെട്ടത് ടോട്ടൽ 100 വോട്ടിന് താഴെ. ഒരു വാർഡിൽ 4 വോട്ടിനാണ് ഞങ്ങൾ തോറ്റ്, മറ്റൊരു വാർഡിൽ 5 വോട്ടിനാണ് തോറ്റ്. ഈ 2 വാർഡും കഴിഞ്ഞ തവണ 300-ലധികം വോട്ടിന് BJP ജയിച്ചതാണ്. അപ്പോൾ ജനവിധിയുടെ ആഘാതം നിങ്ങൾ ആലോചിച്ചോണം. അവിടെ ഈ 22 വോട്ടിനും 34 വോട്ടിനും 44 വോട്ടിനും തോറ്റ മൊത്തം 5 വാർഡുകളുടെ വ്യത്യാസമാണ് BJPയും UDFും തമ്മിലുള്ളത്. ആ കേവല ഭൂരിപക്ഷം BJPക്ക് നഷ്ടമായ സാഹചര്യത്തിൽ ജനവിധി അവർക്കെതിരാണെന്ന് മനസ്സിലാക്കി അവർ അധികാരത്തിന് ആഗ്രഹിക്കാതെ മാറി നിൽക്കലാണ് ഉത്തമം. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഒരു ധാരണ ഉണ്ടാവണം. CPM ഉൾപ്പെടെയായിട്ട് ഒരു ജനാധിപത്യപരമായ ഒരു ധാരണ ഉണ്ടാവണമെന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്? അല്ല, പാലക്കാടിൻ്റെ മനസ്സ് മതേതര മനസ്സാണ്. ശരി അജിത്ത്, സംസാരിക്കുന്നത് തുടരുക. ഞാൻ